ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ വീഡിയോ. സാധനങ്ങളൊക്കെ ഏറെക്കുറെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏറെക്കുറെ 35 വീക്സ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച ഹോസ്പിറ്റൽ ലാസ്റ്റ് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ ഹോസ്പിറ്റൽ ബാഗ് ആയതുകൊണ്ട് സാധനങ്ങൾ കുറച്ച് കുറവുണ്ട്. കാരണം ആദ്യത്തേൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് കുറേ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ അമ്മയ്ക്കും കുട്ടിക്കുള്ളതും പിന്നെ കോമൺ ഐറ്റംസ് അങ്ങനെ മൂന്നാക്കിയിട്ടാട്ടോ എഴുതിയിട്ടുള്ളത്. അതിൽ കോമൺ ഐറ്റംസ് നമ്മൾ അതായത് ഫ്ലാസ്ക്, ഫോണ്, ചാർജർ, അങ്ങനെ പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് അമ്മേൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് കുട്ടീൻ്റെ ബാഗിൽ എന്തൊക്കെയാണെന്നുള്ളത് മാത്രം കേട്ടോ കാണിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് മദറിൻ്റെ തന്നെ തുടങ്ങാം. മദറിന് കുറച്ച് ഐറ്റംസ് വരും. മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഐറ്റം നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ ചെയ്ത സ്കാനിങ്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്, പിന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പിന്നെ ഇതുവരെ നമ്മളെ കഴിച്ച മെഡിസിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പം എനിക്ക് ബാക്ക് പെയിൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് MRIൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അതിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ പില്ലോ. ഇത് കഴിഞ്ഞ തവണത്തെ അതേ പില്ലോ തന്നെയാണ് കേട്ടോ. ഇതൊന്ന് വാഷൊക്കെ ചെയ്ത് ഇതിൻ്റെ കവറ് ഇങ്ങനെ ഊരി മാറ്റിയിട്ട് വാഷ് ചെയ്യാൻ പറ്റും. ഇത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചതാണ്. ഇത് ഒന്നാമത് LSCS ആയത് കാരണം എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇരുന്ന് ഫീൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സംഭവം. പിന്നെ ഉള്ളത് നമ്മുടെ മീൻസാണ് ഓപ്പൺ നൈറ്റി. അത് ഒരെണ്ണം നമുക്ക് അഡ്മിറ്റിന് പറഞ്ഞന്ന് പോകുമ്പോൾ ഇടാനുള്ളതും പിന്നെ 4 എണ്ണം അവിടേക്ക്. ഇതിൽ ഒരെണ്ണം തന്നെ കേട്ടോ നമ്മൾ റിട്ടേൺ ഡ്രസ്സായിട്ട് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ 5 ഓപ്പൺ നൈറ്റി ഉണ്ട്. പിന്നെ മെറ്റേണിറ്റി പാഡ്, ഇത് 2 പാക്ക് ഉണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈപ്സ്, ടിഷ്യൂ സെപ്പറേറ്റ് ചെയ്യാൻ എടുത്തിട്ടില്ല, വൈപ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ 2 മുണ്ട്. അത് ചിലപ്പോൾ ലേബർ റൂമിലേക്ക് ആവശ്യം വരുന്നത് മുറിച്ചിട്ടില്ല, കാരണം ഏത് സൈസിലാണ് വേണ്ടി വരിക എന്നറിയാത്തതുകൊണ്ട് ഇങ്ങനെ വലിയ 2 എണ്ണം വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, പിന്നെ ഇതിനകത്ത് തോർത്ത്, നമ്മുടെ ഇന്നർ, പാൻറ്റീസ് കാര്യങ്ങളൊക്കെ കൂടെ ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് അമ്മയ്ക്കുള്ളത്. പിന്നെ ഇനി ഇതിനകത്തൊരു ചെരുപ്പ് വെക്കാനുണ്ട്. പിന്നെ അതുപോലെ മേക്കപ്പ് സാധനങ്ങൾ, അതായത് നമ്മൾ മുടി കെട്ടാനുള്ള ക്ലിപ്പോ ബണ്ണോ ജസ്റ്റ് കോമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ വെക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഫോണ്, ചാർജർ, പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു കൊട്ടയിലാണ് കേട്ടോ അമ്മേൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണത്. അപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് എന്നിട്ട് കുട്ടീൻ്റെത് കാണിക്കാം അപ്പോൾ അടുത്തത്. അപ്പോൾ ഗൈസ് അങ്ങനെ അമ്മേൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ആദ്യം കാണിക്കണം വിചാരിച്ചത്. ഇത് ആദ്യക്കൂട്ടൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ആദ്യക്കൂട്ടം കുറേ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യക്കൂട്ടൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത് ആദ്യക്കൂട്ടനുള്ള ബാഗ് തുറന്ന് കാണിക്കണമൊന്നുമില്ല. ആദ്യക്കൂട്ടൻ്റെ ഒരു 2-3 ജോഡി ഡ്രസ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ്, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി പിന്നെ കഴിക്കാനോ അങ്ങനെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കുട്ടീൻ്റെതാണ്. കുട്ടീൻ്റെത് നമ്മളിത് ഈ ഒരു കൊട്ടയിലാണ് കേട്ടോ. കുട്ടീൻ്റെതാണ് വലിയത്. ഇതും ആദ്യൻ്റെ ആ സമയത്തെ കൊട്ടയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മറ്റേ കൊട്ട അങ്ങനെ തന്നെയായിരുന്നു, അന്ന് വാങ്ങിച്ച കൊട്ടയാണ്. കൊട്ടയൊന്നും നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല കേട്ടോ. കൊട്ട ഇതിൻ്റെ മുകളിൽ ആദ്യം കയറിയിരിക്കും, ഇതിനകത്ത് കയറിയിരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ബാസ്ക്കറ്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സംഭവം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഓൺലൈൻ പ്രോഡക്ട്സിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. ബേബി ക്യാരിയിങ് ബെഡ്, ഇതൊക്കെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് മറ്റേ മോസ്കിറ്റോ നെറ്റുള്ള ആ ബെഡ്, അത് 2 എണ്ണം. പിന്നെ ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് പാക്കിംഗ് കവറുകൾ മേടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ സെപ്പറേറ്റ് സെക്ഷൻ തിരിച്ച് വെക്കുമ്പോൾ കൂടുതലുള്ളവർക്ക് എടുത്തു തരാൻ സുഖമായിരിക്കും. അല്ലെങ്കിൽ ആകെ വലിച്ചിട്ട് തരേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് ക്ലോത്ത്സ് കുറേ എണ്ണം കട്ട് ചെയ്ത് വക്കൊക്കെ അടിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നൂലിങ്ങനെ പോരും. നമ്മുടെ മുണ്ട് കട്ട് ചെയ്തിട്ട് വക്കൊക്കെ അടിച്ച് അലക്കി അയൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് സൈസ് നമുക്ക് അങ്ങനെ കറക്റ്റ് അറിയാത്തതുകൊണ്ട് പല സൈസിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇൻ്റെത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്യാത്ത ഒരെണ്ണം വലുതും വെച്ചിട്ടുണ്ട്. ഇനി അഥവാ വേറെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു സെറ്റ്. പിന്നെ ഉള്ളത് ഇത് സത്യം പറഞ്ഞാൽ കുറച്ചായി ഞാൻ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനൊന്നിങ്ങനെ നോക്കട്ടെ. ഓക്കെ, ഇതിനകത്ത് ഡ്രൈ ഷീറ്റും ഉണ്ട്, നമ്മുടെ റിസീവിങ് ടവലും ഉണ്ട് കേട്ടോ. 2 റിസീവിങ് ടവലുണ്ട്. ഒന്ന് ഇതുപോലെ ആദ്യൻ്റെ തന്നെ അന്ന് വാങ്ങിച്ചത് തന്നെയാണ്.
ഇതൊന്നും ഒരു കേടുമില്ലാത്ത ഐറ്റംസാണ് കേട്ടോ. ഇതൊക്കെ അന്നൊരു തവണ അതിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തോ അതോ അതിനെ കിട്ടിയ സമയത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ മാത്രം യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. കാരണം ആദ്യം പിന്നെ ഇതിലൊന്നും അങ്ങനെ കിടന്നിട്ടില്ല. പിന്നെ ഒരെണ്ണം അതുപോലെ ഒരു 3 ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ചെറിയ ഷീറ്റുകളാണ് വെച്ചിട്ടുണ്ട്. അതും ഒരെണ്ണം മാത്രമേ പുതിയത് വാങ്ങിച്ചതുള്ളൂ, ബാക്കി 2 പഴയത് തന്നെയാണ്. പിന്നെ വലിയ ഡ്രൈ ഷീറ്റൊന്നും നമ്മൾ വെച്ചിട്ടില്ല, ഇതിനകത്ത് സ്മോൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ആ ഒരു സൈസ് മതിയല്ലോ. ലാർജൊക്കെ നമ്മൾ വാങ്ങിച്ചതൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാധനം. ഇനി ഇതിനകത്ത് കുറച്ച് ക്ലോത്ത് നാപ്പീസ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്വാഡിൽ ക്ലോത്ത് ഉണ്ട്, പിന്നെ ഒരു ടർക്കി ഉണ്ട്, ഹൂഡഡ് അല്ലാത്ത ഒരു ടർക്കി. അത് വേണമെങ്കിൽ ബാത്ത് ടവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ക്യാപ്പ്, മിറ്റൻ, ബൂട്ടീസ് അങ്ങനത്തെ ഐറ്റംസ്, അതുപോലെ ഫേസ് ടവല്, ഇതൊക്കെ മസ്ലിൻ്റെ ഫേസ് ടവലാട്ടോ. പിന്നെ ഒരു 2 റോംബർ വെച്ചിട്ടുണ്ട്, 2-3 റോംബർ, പിന്നെ ഒരു കുഞ്ഞിത്തോർത്ത്, പിന്നെ വീണ്ടും 1-2 സ്വാഡിൽ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സെറ്റ്. പിന്നെ അടുത്ത സെറ്റിൽ ഇതിനകത്ത് ഇത് ഹാഫ് റോംബേഴ്സ് ആയിരുന്നു കേട്ടോ. ഇതിലേതെങ്കിലുമൊക്കെ തിരിച്ചു വരുമ്പോൾ ഇടിയിക്കാം എന്നുള്ളൊരു ഇതിൽ വെച്ചതാണ്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന റോംബറുകളാണ് കേട്ടോ. അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്, ഇതിനകത്താണ് ജബ്ലാസൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ബട്ടൺ ജബ്ലാസ് ഉണ്ട്. പിന്നെ ഒരു ഫുൾ സ്ലീവേ വാങ്ങിച്ചിട്ടുള്ളൂ, കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നോട്ടഡ് ജബ്ലാസ് ഒരു 2-3 ഉണ്ട്. പിന്നെ ഒരു പഴയ സെറ്റ് മിറ്റൻ ബൂട്ടീസൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഫുൾ സ്ലീവ് റോംബറുകളാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ, ഇത്രയൊന്നും ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ആവശ്യമുള്ളത് എടുക്കാം എന്നുള്ള രീതിക്ക് ഇതൊക്കെയാണ് കുട്ടിക്ക് ഡ്രസ്സുകളായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്താണ് ബാക്കി അക്സസറീസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ന്യൂ ബോൺ ഡയപ്പർ ഏതാണ്, ഇനി റാഷസ് അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ രണ്ടും നമ്മൾ ചെറിയ 2 പാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആദ്യം ഡയപ്പർ നിർത്തുന്നത് വരെ നമ്മൾ മാമി പോക്കോണ്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ പാക്ക് ചെറുതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാമ്പേഴ്സിൻ്റെ ന്യൂ ബോൺ ഡയപ്പർ ഒന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള അറിയാത്തതുകൊണ്ട് ഇത്ര മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് അവിടെ അടുത്ത് തന്നെ ഷോപ്പിൽ കിട്ടുമല്ലോ, അത് 2 മാത്രം. പിന്നെ വൈപ്സ് നമ്മുടെ മദർ സ്പർശിൻ്റെ 99% വാട്ടറുള്ളത്. പിന്നെ അവരുടെ തന്നെ ഒരു ലോണ്ട്രി ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇനി കുട്ടീൻ്റെ നമ്മുടെ ഈ മുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാഷ് ചെയ്യണമെങ്കിൽ. പിന്നെ ഒരു ബേബി സോപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഓയിൽ ആവശ്യം വരുമോ എന്നുള്ളത് അറിയില്ല. ഓയിൽ എന്തായാലും നമ്മൾ കുറച്ച് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എടുക്കും, കൊണ്ടുപോകും. ഒരു കുഞ്ഞു കുപ്പിയിൽ ഇത്തിരി ചോദിക്കുക. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ നോർമലി കുളിപ്പിക്കാറില്ല എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഫീഡിങ് ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതും ഒന്നാമത് ആദ്യൻ്റെ ഇതും LSCS ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ലേബർ റൂമിൽ നിന്ന് മാറ്റാനൊക്കെ കുറേ സമയം എടുത്തിരുന്നു. അപ്പോഴേക്ക് തന്നെ അപ്പോൾ കുട്ടിക്ക് ഇതുപോലെ പൊടിയൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇതിലാണോ കൊടുത്തത് അതോ ഫില്ലറിലാണോ കൊടുത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എല്ലാവർക്കും ഓർമ്മയില്ല. അപ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഇത് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് അതിൻ്റെ കൂടെ കിട്ടുന്ന ഫില്ലറിലാണ്, ഗ്ലാസ്സിലാക്കിയിട്ട് ഫില്ലറിലാണ് കൊടുത്തിരുന്നെന്ന് തോന്നുന്നു. കാരണം സ്റ്റാർട്ടിങ്ങിലൊന്നും എന്തായാലും ഇത് കൊടുക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ആരത് ഓക്കെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചുള്ള സാധനങ്ങൾ. ഇനിയിപ്പോൾ ഇതിലൊന്നും വിട്ടു പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഓർമ്മയിലുള്ളത് ഇനിയിപ്പോൾ ഓയിൽ ഇതിലേക്ക് വെക്കാനുള്ളതാണ്. വേറൊന്നും ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇനി മറന്നു കഴിഞ്ഞാലും ജസ്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കുട്ടീൻ്റെ സാധനങ്ങൾ. ഇനി ഇതും കൂടെ അതിലേക്ക് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണു ഇതിനുള്ള അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഫോണ്, ചാർജർ, പേഴ്സ്, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇപ്പം എന്താ ഫ്ലാസ്ക്, പ്ലേറ്റ്, ഗ്ലാസ്, അത്രയൊക്കെ തന്നെയുള്ളൂ കോമൺ ഐറ്റംസ്. അത് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ എന്തെങ്കിലും വേസ്റ്റ് ഇടാനുള്ള കവറ്, പേപ്പർ, അതുപോലെ തുണിയൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കത്രിക, അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനത്തെ കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ കത്തിയോ, അങ്ങനത്തെ കുറച്ച് ഐറ്റം. അതായത് LSCS ആയതുകൊണ്ട് ഒരു മിനിമം 4 ദിവസം എന്തായാലും നമ്മളവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി എല്ലാം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് പോയി വന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും സാധനങ്ങൾ എടുക്കണം എന്നില്ല. അപ്പോൾ അത് കോമൺ ഐറ്റംസ് നമ്മൾ കുറച്ചൊക്കെ എടുത്ത് വെക്കും. ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും. ബാക്കിയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഒന്നുകിൽ അവിടെ നിന്ന് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.